ഉണ്ടോ? അതേ മതി ഒരുങ്ങിയത്. വെയില് തെറിക്കുന്നതിന് മുമ്പ് ഒരു 10-15 വീടെങ്കിലും കയറണമെന്ന്. എന്ന് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കല്. എടി ഇറങ്ങണേ. വാതിലടക്കണ്ടേ? വാതില് കുറ്റിട്ടേക്ക്. അതെ, എത്ര ദിവസം ഇങ്ങനെ നടക്കേണ്ടി വരും? എത്ര ദിവസം നടന്നാലും പീറയിലിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നമ്മളോട് സംഘടിപ്പിക്കും. അല്ല ഏട്ടാ, ഇത് പറഞ്ഞോണ്ട് ഏട്ടൻ എന്താ കുഴപ്പം? എടി, ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പൊ പാർട്ടി പറയുമ്പോ കേൾക്കണ്ടേ? അപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ ഞാനെന്തോ പാർട്ടിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ചെറിയ ചുരുക്കം ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ അതുപോലെ ചീത്തപ്പേര് മാറ്റിയെടുക്കുകയും ചെയ്തോടെ. അല്ല ഏട്ടാ, നമ്മളിങ്ങനെ പോകുമ്പോഴേ എന്റെ അടുത്ത് വന്ന് ആരെങ്കിലും ചോദിക്കാണ് ഈ പീറയിൽ വന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? നീ പീറയിൽ വരുന്നോട് കൂടിയിട്ട് കേരളം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു പറയണം. അത് പറഞ്ഞാ മതി. ഈ കേരളം എന്ന് പറയുന്നത് ഒരു ചാണിന്റെ വലിപ്പല്ലേ ഉള്ളൂ, അല്ലേ? ഇതാണ് വന്നു കഴിഞ്ഞാല് കേരളം രണ്ടായിട്ടാണ് വിഭജിക്കപ്പെടും. പിന്നെ മാത്രല്ല പശ്ചിമഘട്ടം തകരും. അറബിക്കടലാണ് അപ്പുറത്ത് കിടക്കണത്. കടലിൽ നിന്ന് വെള്ളം അരച്ച് കയറി കഴിഞ്ഞ് കേരളം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നീ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടാ. ട്രെയിൻ ഓടി എങ്ങനെ കടല് കയറാ? ഇങ്ങനെ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ അതൊക്കെ സംഭവിക്കില്ലേ? അതല്ലേ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അതൊക്കെ നമ്മൾ കേൾക്കണ്ടേ? അങ്ങനെ വാ, പറഞ്ഞുതരാം. ഞാൻ ഏട്ടനോട് ചോദിക്കാൻ പറയും. അതെ, ഈ സുരേഷിന്റെ സുരേഷിന്റെ കുട്ടി വായനശാലയുടെ അവിടെ ഞാൻ വായനശാലയുടെ അവിടെ ഞാൻ പിന്നെ വിളിക്കാട്ടോ. എവിടേക്ക് പോണ്? ഞാനേ വായനശാലയിലെ കുറച്ച് പുസ്തകങ്ങൾ പാസ്സായിട്ട് അപ്പൊ അത് എടുക്കാൻ പോണം. ഞങ്ങളുടെ രണ്ടാളും കൂടി ഞങ്ങള് ഒരു 10-15 വീട് കയറാനുണ്ട്. മോളുടെ കല്യാണം ശരിയായില്ലേ? കല്യാണം ഒന്നല്ലാന്നേ, ഒരു കുരുത്തം കെട്ട ഒരു സാധനം വരുന്നുണ്ടല്ലോ കേരളത്തില്. എന്ത് വീണ്ടും വൈറസ് വരണ്ട? അതല്ല, പീറയില്. പീറയിലോ? അത് നല്ല പരിപാടിയല്ലേ? അതെങ്ങനെ കുരുത്തം കെട്ടതാണ്? ഇപ്പൊ ഈ ഒരു റെയിലിന്റെ കാര്യം എന്താണ്? അതാണ് ഇപ്പൊ ഈ റെയിൽ വന്നെന്താ കുഴപ്പം? നിന്റെ ആരെങ്കിലും കാസർഗോഡുണ്ടോ? എന്തായാലും കാസർഗോഡില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനപിന്തുണയുള്ള നേതാക്കന്മാര്, ഭരിക്കുന്നവര്, MLA-മാര്, മന്ത്രിമാര് പലരും കണ്ണൂര് കാസർഗോഡ് ഭാഗത്തുള്ളവരാ. അവർക്ക് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരിച്ചു കൂടെ? അവർക്ക് തിരുവനന്തപുരത്ത് വീടും കാറൊക്കെ ഇല്ലേ? അങ്ങനെയല്ല. എന്നാൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 മണിക്കൂർ കൊണ്ട് പോയി വരിക എന്ന് പറഞ്ഞാൽ വികസനല്ലേ? എന്ത് വികസനടോ? വികസനത്തിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ അനുഭവം അറിയാനിട്ടാണ്. കാസർഗോഡുള്ള ഒരു ക്യാൻസർ രോഗിക്ക് തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ വന്ന് ചികിത്സിച്ചു പോരാൻ കുറച്ച് സമയം മതി. ഏടോ, അങ്ങനെ ഈ ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനാണെങ്കിൽ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങിയാ പോരെ? അത് മാത്രല്ലാന്ന്, ഇപ്പൊ ഈ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭരണം, അതിനിങ്ങനെ രാഷ്ട്രീയമായിട്ട് തുരങ്കം വെക്കരുത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള തുരങ്കല്ലാന്ന്. അമേരിക്കയിലൊക്കെ ഒന്ന് വന്നു നോക്കി സത്യം. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഈ റെയിൽ വന്നു. 30 കൊല്ലം മുമ്പ് അമേരിക്കൻ റെയിൽ വന്നാൽ അമേരിക്കയുടെ ഭൂമിശാസ്ത്രം പറയണെന്ന്. ഇവിടെ അണക്കെട്ട് പൊട്ടിയിട്ട് ചാവാൻ നിൽക്കുകയാണ് ആൾക്കാർ. അതിന്റെ ഇടയിൽ കൂടെ ഈ ട്രെയിനിന്റെ ആവശ്യം എന്താണ്? ആവശ്യമില്ലാത്ത കാര്യം പറയും. ഈ റെയിൽ വരുന്നത് അണക്കെട്ട് നമ്മൾ എന്താ ബന്ധം? എന്റെ സുഖദേട്ട, അത് മാത്രമല്ല, നമ്മുടെ ഭൂമി നശിച്ചു പോവില്ലേ? ഒരു പ്രകൃതി സ്നേഹികൾ വന്നു. 2 ഏക്കർ കൃഷിഭൂമി അല്ലേ നിങ്ങൾ തൂർത്ത് പറമ്പാക്കിയിട്ട് വിറ്റത്? അപ്പൊ നിങ്ങൾക്ക് ഈ പ്രകൃതി സ്നേഹമൊന്നും ഉണ്ടായില്ല. എന്റെ സുഖം റോഡ് സൈഡിലുള്ള കുളം തൂർത്തിട്ടാണ് ബിൽഡിംഗ് കെട്ടിടണ്ടാക്കി വിട്ടത്. അതൊരാവശ്യത്തിനല്ലേ? അപ്പൊ അവനവന്റെ ആവശ്യമൊക്കെ ആവാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പീറയിലിന് അനുകൂല. നീ അനുകൂലാണെങ്കിൽ പീറയിലിന് ഞങ്ങൾ പ്രതികൂല. അതെ, ഇതാണ് ഈ നാട് നേരാവത്ത്. ഇവിടെ നല്ലതിനെ നല്ലതെന്ന് പറയും. അപ്പൊ എന്ത് നല്ലതല്ല? ഇത് നല്ലതല്ല. അതന്നെയാണ് കുഴപ്പം. നാട് നേരാവില്ല. നേരമല്ല. അല്ല, സൈക്കിള്. അയ്യോ, സൈക്കിള് മറന്നു. കടല് കയറുന്ന കാര്യം പറഞ്ഞില്ല. കടലിൽ കയറുന്ന കാര്യം വേറെ ആരോടെങ്കിലും പറയാം. അതൊക്കെ അവനോട് പറഞ്ഞാലോ? എന്താ, പക്ഷെ മറ്റേത് നന്നായിരുന്നിട്ടോ. അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടത്. അതേപോലെയുള്ള തിരക്ക് കാണല്ലോ സുമേഷിന്റെ കടയില്. അത് തിരക്ക് ഉണ്ടാകണ എങ്ങനെയാണെന്ന് ഇവിടെ ഇപ്പൊ ആളുകളാരും വരാറില്ലേ? കച്ചവടമൊക്കെ ഭയങ്കരമായിട്ട് കുറവാണേ. തേച്ചടിച്ച് കുളിക്കായിരുന്നില്ലേ? നല്ല ചൊറിച്ചിലുണ്ടല്ലോ. കുളിയുണ്ട് പണി. ഈ കാലിലിറങ്ങി കുളിച്ചാ പോലെ എല്ലാ രോഗവും മാറും. വൈകുന്നേരം അവിടെ പോയിട്ടേ ബാക്കി കാര്യങ്ങൾ 30 കാര്യങ്ങൾ ചായ കുടിക്കാം. സുമേഷ് 2 ചായ. സ്ട്രോങ് എടുക്കണം അല്ലേ? പിന്നെ ഇനിയിപ്പോ മോളത്തേക്കൊക്കെ എളുപ്പത്തിൽ എത്താലോ.
അതെങ്ങനെയാണപ്പാ? പീറയിൽ വരാൻ പോവാണ്. പീറ്റർ കയറ്റം വരാൻ പോണം. പീറ്ററേറ്റനല്ലാന്ന് പീറയിൽ അങ്ങനെ പുതിയ റെയിലാണ്. അതിലൂടെ സഞ്ചരിക്കാലേ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കണ്ണൂരെത്താം. അതെ. എന്റെ പൊന്ന് സുമേഷ് ചേട്ടാ, നിങ്ങൾക്കും പിടിച്ചാ പ്രാന്ത്. ഇതൊക്കെ എന്തോ സ്വപ്നം കണ്ടിട്ട് പറയണത്, ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന്. ഈ കൊച്ചിയിൽ മെട്രോ വരുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പൊ വന്നപ്പോ ഭയങ്കര സുഖമായില്ലേ? എന്ത് സുഖം? ആൾക്കാർ സുഖമായിട്ട് യാത്ര ഒരാള് സുഖമായിട്ടാ, അത് നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ. ഇപ്പൊ ഈ വീറയിൽ വരണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഈ റെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത്ര ആളുകളെ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാക്കി ഇത്ര രൂപ കടവും മേടിച്ചിട്ട് ഈ റെയിൽ ഉണ്ടാക്കണ എന്തിനാന്നാ ചോദിക്കണം. പല ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും ഒരു നല്ല കാര്യം ഈ നടക്കാൻ. കുടി ഒഴിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മൂലമ്പള്ളി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിഞ്ഞ് കൊടുത്തവർ ഇപ്പോഴും സ്ഥലവും നഷ്ടവും കിട്ടാതെ റോട്ടിൽ കിടന്ന ഇലയാണ്. അവർക്ക് രേഖ കാണിക്കണ്ടായിണ്ടാവില്ല, അതുകൊണ്ടാണ് ഇപ്പം സ്ഥലം കിട്ടാത്തത്. ആണല്ലേ? അപ്പൊ ഈ രേഖയില്ലാത്ത പാർട്ടി ഓഫീസ് പൊളിക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയണ്ടല്ലോ. അതിനൊക്കെ രേഖ ഉണ്ടായിട്ടുണ്ടാവും. എന്തായിട്ടാണ് ആ ഞാൻ ഇവിടെ പറയണ്ട. വികസനം വരുമ്പോ അതിനെ എതിർക്കരുത് കാര്യം അത്രേ പറയാം. എന്ത് വികസനമൊന്ന്. നിന്റെ കല്യാണോ? ഒരു വൈകുന്നേരത്തെ സായന തരണം. ആര്? എന്താ പറഞ്ഞ? വൈകുന്നേരത്തെ സായന തരണം വരണം. എന്റെ ഉണ്ണി, ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റൂലാട്ടാ. എടാ ഉണ്ണി, നിനക്കെന്താ തലക്ക് വെളിവില്ലേ? എന്തേലും അങ്ങോട്ട് കേൾക്കുമ്പോ തന്നെ കാര്യം അറിയാതെ സായാഹ്ന ധർണ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെടാൻ. എടാ, ഒരു ബൃഹത്തായ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് വരാൻ നേരത്ത് അതിനിങ്ങനെ കണ്ണടച്ച് എതിർക്കാമോ? അല്ല പ്യാരി, ഇല്ല, പറയട്ടെ. നിനക്ക് ഇതിന്റെ ഗുണവശങ്ങൾ വല്ലതും അറിയാമോ? ഇപ്പൊ 12 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യണത് വെറും 4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഇല്ല, പറയട്ടെ, ഇനിയുണ്ട് അതിന് ഗുണവശങ്ങളേ. അത് കൂടാതെ ഇതിനു വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്നവരുടെ കാര്യമല്ലേ നിങ്ങൾ പറയണ? ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി കൊടുക്കും. ഇല്ല ഇല്ല, ഇനിയുണ്ട്. വീട് നഷ്ടപ്പെടുന്നവർക്ക് ലൈഫ് പദ്ധതി പെടുത്തി വീട് കൊടുക്കും. ഇത്രയും വലിയൊരു പദ്ധതിനാ നീ വെറുതെ കണ്ണുടച്ച് എതിർക്കണ എന്തിനാണ്? ഇനി കണ്ണൂരും കാസർഗോഡും ഉള്ള ക്യാൻസർ രോഗികൾക്ക് കൃത്യസമയത്ത് RCCയിൽ ചെന്ന് ചികിത്സ കിട്ടും. ഇതെല്ലാം സൗകര്യം ഉണ്ടെന്നാണ് ഈ വിവരദോഷികൾ ഇതിനെപ്പറ്റി പറയണത്. ആദ്യം പറഞ്ഞ് 900 ഹെക്ടർ ഭൂമി മതി ഈ പദ്ധതിക്കുന്ന്. ഇപ്പൊ ഇത് അടുത്തോട്ട് വന്നപ്പോ പറയണ 2300 ഹെക്ടർ ഭൂമി വേണമെന്ന്. ഇത്രയും ഭൂമി എവിടെ നിന്ന് കൊണ്ടുവരും? ഈ പ്രകൃതി നശിപ്പിക്കാതെ എങ്ങനെ ഇത് നടക്കും? അങ്ങനെ വിവരമില്ലായ്മ പറയല്ലേ. ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. പഠിച്ചു വരുമ്പോ അതിന്റെ മാറ്റങ്ങൾ വരും. തലക്ക് വെളിവില്ലാത്തവനാണ് ഈ പ്രോജക്ട് ഉണ്ടാക്കണത്. തോന്നുമ്പോ തോന്നിയത് പറയാം. വികസനം വരുമ്പോ ഇങ്ങനെ എതിർക്കാൻ നിൽക്കരുത്. എന്നാണ് മൊയ്തു നിങ്ങൾ ഈ വികസനത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ? കമ്മീഷൻ കിട്ടാൻ തുടങ്ങിയപ്പോ അല്ലേ മനസ്സിലാകും. കിട്ടാത്തതിന്റെ ഒരു സുഖുദേട്ടാ, ഇതില് ഭൂമി നഷ്ടപ്പെടുന്നേയും അതിന്റെ ഇരകളാകണവരെയും വിളിച്ചാണ് പദ്ധതി വിശദീകരിക്കേണ്ട, അല്ല നാട്ടുപ്രമാണിമാരെ വിളിച്ചിട്ടല്ല. അതെ, പലരും ത്യാഗം അനുഭവിക്കേണ്ടി വരും. ചിലർക്ക് നഷ്ടപ്പെടും, ചിലർക്ക് കിട്ടും. എന്നാലും വികസനം ഉണ്ടാവും. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു ചോദിച്ചൂടെ? പരിസ്ഥിതിന്റെ അവസ്ഥ എന്താണ്? ഭൂമി നമ്മള് വയലും പോയൊന്നും നശിപ്പിക്കുന്നില്ലടോ. അതിന്റെ മേലെ കൂടിയാണ് റെയിൽ വരാൻ പോണത്. ഒറ്റക്കാരൻ ചോദിച്ചോട്ടാ, ഒറ്റക്കാരൻ അവസാനം ചോദിക്കുന്നത് ഉത്തരവോട്ട് കേൾക്ക്. പരിസ്ഥിതി പോട്ടെ, ഭൂമിയുടെ നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ അവസ്ഥ കാര്യങ്ങൾ ധർണ നടത്തിക്കൂടെ? ഞാനൊരു കാര്യം പറയാലോ, മരണം വരെ ഈ പീറയിൽ പദ്ധതി ഇവിടെ വരുന്നതിന് വേണ്ടി ഞാൻ ശക്തമായി പോരാ. എന്തെങ്കിലും വേണ്ടിട്ട് വർത്താനം പറഞ്ഞ ഇതൊക്കെ രണ്ടും ചത്താലും അതിന്റെ കൂടി യാത്ര ചെയ്യാനും പോണില്ല, ഇവരത് കാണാനും പോണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടാ അങ്ങോട്ട് ബസ്സിലും വരും. ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു നേതാവ് നമ്മളിനി ഇതുപോലത്തെ ആളുകളെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ഒന്നും നടക്കാൻ പോണില്ല. മനസ്സിലായില്ലേ? ഞാൻ ചായയുടെ കാശ് കൊടുക്കും. ഞാൻ നേരത്തെ പോയായിരുന്നു. ശരി. ആദരണീയരും സ്നേഹസമ്പന്നരുമായവരെ, ധർണ തുടങ്ങി. വിളിക്കാം. ധർണ തുടങ്ങി. സർക്കാരിന്റെ പീറയിൽ പദ്ധതിക്കെതിരെ ഈ ഒരു സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യാനായി പൊതുപ്രവർത്തന രംഗത്ത്, സാംസ്കാരിക രംഗത്ത് സാന്നിധ്യമായി തീർന്ന ശ്രീ സത്യശീലൻ അവർകളെ ഉദ്ഘാടനം ചെയ്യായി ഞാൻ ക്ഷണിക്കുന്നു. സമയമുണ്ടെങ്കിൽ മറ്റേ കടലിൽ കയറുന്നത് ഞാൻ പറയാം.
കേരളത്തെ ഒന്നാകെ തകർക്കുന്ന, കേരളത്തെ മുച്ചൂടും മുടിപ്പിക്കുന്ന, പശ്ചിമഘട്ടം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഈ നശിച്ച പി-റെയിൽ പദ്ധതി തീർച്ചയായും നഖശിഖാന്തം നമ്മൾ എതിർക്കേണ്ടതാണ്. ഈ പദ്ധതി വരുന്നതോടുകൂടി ആർക്കാണ് പ്രയോജനം? സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടോ? ഇല്ല. ഇത് കുത്തക മുതലാളിമാർക്കും സമ്പന്നന്മാർക്കും വേണ്ടി മാത്രമുള്ളതാണ്. വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറിയിരുന്ന ഈ കേരളത്തിലെ ജനങ്ങളെ പല വഴിക്ക് തിരിക്കുന്ന സമീപനമാണ് സർക്കാർ അവലംബിക്കുന്നത്. ഈ പദ്ധതി വരുന്നതോടുകൂടി ഇത് നമ്മളെ മാത്രമല്ല, വരുന്ന തലമുറയെ കൂടി കടക്കെണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെതിരെയുള്ള സായാഹ്ന ധർണയാണ് ഇവിടെ നടക്കുന്നത്. ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നെ സുഹൃത്തുക്കളെ, 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത കവിയും സൈദ്ധാന്തികനും ചിന്തകനും ആയിട്ടുള്ള ശീതളന് ഞാൻ മൈക്ക് കൈമാറും. പി-റെയിൽ നമുക്ക് വേണ്ടേ വേണ്ട, ഒന്ന് വിളിക്കടാ. പി-റെയിൽ നമുക്ക് വേണ്ടേ വേണ്ട, പി-റെയിൽ നമുക്ക് വേണ്ടേ വേണ്ട, പി-റെയിൽ നമുക്ക് വേണ്ടേ വേണ്ട. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എത്ര അർത്ഥമുള്ള വരികളാണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നത്, ഒറ്റ ചുമടുമായി ഒറ്റടി പാതകൾ കുതിച്ചു പോയ നമുക്ക്, കുതിരകളും കാളകളും വാഹനമാക്കിയ നമ്മൾ ഇന്ന് അതിവേഗം ബഹുദൂരം എത്തുവാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന വഴികൾ എത്ര കണ്ട് നീചമാണ് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് എന്തിനാണ്, എങ്ങോട്ടാണ് ഈ പാച്ചില്, എവിടെയാണ് ഈ മോഹം ചെന്ന് അവസാനിക്കുക? വിഷം തുപ്പുന്ന പല ശകടങ്ങളും നമുക്ക് ഇതിനു മുൻപും ലഭിച്ചിട്ടില്ലേ? എന്നിട്ട് മോഹം നിലച്ചു ഇല്ലല്ലോ. ഇപ്പോഴും നമ്മുടെ മോഹം അവസാനിക്കുന്നില്ല. ഇനിയും ഈ വിമാനങ്ങളും തീവണ്ടികളും റോക്കറ്റുകളും കഴിഞ്ഞ് അടുത്ത വേഗത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ്. അപ്പോഴും നമ്മുടെ വികാരം ശമിക്കുന്നില്ല. വീണ്ടും വേണം വേണം എന്ന ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് കീറി മുറിക്കാതിരിക്കുക. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ONV-യുടെ കവിതയുടെ 2 വരികളാണ്. അതെനിക്ക് ഇവിടെ പാടാതിരിക്കാൻ കഴിയില്ല. അത് ഞാൻ ചൊല്ലുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും കവിത കഴിഞ്ഞില്ല കേട്ടോ. കുഴപ്പമില്ല, മതി മതി മതി. 23, 24, 25, 26, 27, 28, 29, 30, 31. ഒരു 10 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഇതിപ്പോ ആരോട് പറയും? സ്വന്തം തന്തയുടെ കുരിപ്പുകേട്. 5 പൈസയുടെ വിവരമില്ലാണ്ടായി പോയി. പിന്നെ എന്താ പറയാ? അമ്മ പ്രസവിച്ച ആ ഡേറ്റിന് തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിരുന്നെങ്കിലും ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ബുദ്ധിയുള്ള ആളുകളൊക്കെ ചെയ്യുക 1 വർഷം കുറച്ചാണ് കാണിക്കുക. പൊന്നച്ചാ, നിങ്ങൾ മരിച്ചു പോയോടത്തിൽ പറയല്ല, വല്ലാത്ത ദ്രോഹം എന്നോട് ചെയ്തത്. ഒരു തന്താരും മക്കളോട് ഇതുപോലെ ദ്രോഹം ചെയ്യാൻ പാടില്ല. വലിയ കഷ്ടമായി പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യേട്ടാ, ഫോണ് അവിടെ ബ്ലൂടൂത്തിലായിരുന്നോ? എന്ത്? ആരോടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നേ? അത് ഞാൻ അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ്റെ അടുത്താ? ഓ, അച്ഛൻ മരിച്ചുപോയില്ലേ?
അച്ഛൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മരിച്ചാലും പറഞ്ഞാൽ തീരില്ല. ഓ സത്യേട്ടായിരുന്നു. ഉം. എന്താന്നേ? അതായത് ഈ സർവീസ് റൂളിനകത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1-ാം തീയതി ആണെങ്കിൽ തൊട്ട് മുന്നത്തെ മാസം 31-ന് റിട്ടയർ ചെയ്യണം. അത് 2 അടുത്ത മാസം 31-ന് റിട്ടയർ ചെയ്താൽ മതി. അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് 30 ഒരു മാസം കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ ഏട്ടൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ കാര്യങ്ങൾ ഓർത്തതാണ്. എന്റെ പൊന്ന് സത്യേട്ടാ, ഇത്രയും വർഷം സർവീസ് കിട്ടിയില്ലേ, അത് പോരെ? അത് മതി. പക്ഷെ വേറൊരു വിഷയം ഉണ്ടെന്നേ. നീ ഇങ്ങോട്ടിരിക്കി. എന്ത് സത്യേട്ടാ? ആ കോൺട്രാക്ടർമാരായിട്ടുള്ള കോയം പ്യാരിജാനുണ്ടല്ലോ, അവരുടെ ഹ്യൂജ് എമൗണ്ടിന്റെ പ്രൊജക്ട് ഉണ്ട്. അപ്പൊ നല്ല എമൗണ്ട് കമ്മീഷനായിട്ട് വരേണ്ടതാ. അതിപ്പോ ഈ ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കണം. തീരില്ല. ആ കോയനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണില്ല. പ്യാരിജാതനെ 4-5 പ്രാവശ്യമായിട്ട് വിളിച്ചു, അയാൾ ഫോൺ കൊടുക്കണില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഇല്ല വർക്ക് 2 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ബില്ലൊന്നും നോക്കിയാൽ നമ്മുടെ ക്ഷീണം മാറും. ഇല്ലില്ല, അതെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബെന്നി സാറില്ലേ അരൂരുള്ള, പുള്ളിയുടെ ആ ചീനവല റിസോർട്ട് ഞാൻ എടുത്തേ, ഒരു ചെറിയ വിലക്ക് അത് കിട്ടി. ഇപ്പൊ അവിടെയാണ് സാറേ ഫോൺ അടിക്കുന്നത്. കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്. അപ്പൊ ഒരാഴ്ച കൊണ്ട് അത് തീരും. പണിക്കാരെ കിട്ടാനില്ലാന്നേ സാറേ. ഫോൺ അടിക്കുന്നു. ഉണ്ണിയുണ്ട് സഹായത്തിന്. ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കാനല്ല, നല്ല സൗകര്യമല്ലേ. ഫോൺ അടിക്കുന്നു. ഞാൻ വിളിക്കാം. എടാ അത് എടുക്കണ്ട, അത് മോഹൻലാലാണ്. ശരി. കാര്യം മോഹൻലാലാണെന്ന്. മോഹൻലാലാ? പുള്ളിക്ക് ഇത്തിരി സമയം കിട്ടി, അപ്പൊ എന്നെ വിളിക്കണം. നമ്മുടെ ഈ തിരക്ക് അയാൾക്ക് മനസ്സിലാകണ്ടേ. അതവിടെ ഇരിക്കട്ടെ. ഞാനേ എടാ കുട്ടേട്ടാ, ഒരു 3-4 ഇളനീര് വെട്ടി വെച്ചേരണ്ടാ, നല്ലത് നോക്കിയിട്ട്. നമ്മുടെ ഗസ്റ്റ് വരും. വണ്ടികൾ പോരട്ടെ. തട്ടിക്കോ. ലാലേട്ടാ, അറബിക്കടയിൽ സിംഹം മരക്കാറ് എന്റെ 2 പ്രാവശ്യം കണ്ടില്ല ലാലേട്ടാ. ഭയങ്കര ഇഷ്ടം. സത്യ സാറാ? സത്യ സാറേ, ഞാൻ വിളിക്കാം സാറേ. എന്താടാ? സത്യ സാറാണ്. സത്യ സാറാണ് സാറേ. സത്യ സാറാ വിളിച്ചു. ലാലേട്ടനെ വിളിച്ചു. ഹലോ. സത്യം സാറേ, ഞാനേ അപ്പുറത്ത് ഇത്തിരി വർക്കിലായിരുന്നു. ഫോൺ ഇവിടെ ടേബിളിലിരുന്ന് അടിച്ച കണ്ടില്ല. ഇനി എത്ര ദിവസമുണ്ട്? 32 അല്ലേ? അല്ലല്ല, 32 അല്ല, 41 ദിവസമുണ്ട്. 41? ശരി. ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ സാറേ. വലിയ പ്രയാസമുണ്ട്. സാറിനെ പോലത്തെ ഒരാൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിഞ്ഞു പോണതിനെ കുറിച്ച് ഓർത്തിട്ടെ. അത് ഈ PWDക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിന് തന്നെ ഒരു നഷ്ടവും. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് പ്യാരി. എന്താ ചെയ്യാ, റിട്ടയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സാറിനെ പോലെ ഒരു കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും സത്യസന്ധതയൊക്കെ ഉള്ള ഒരാളല്ലേ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോണത്. അല്ല, എന്തായി നമ്മുടെ വർക്കിന്റെ കാര്യം? അല്ല, ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോരുന്നതിന് മുന്നേ നമുക്കത് ഫിനിഷ് ചെയ്ത് ബില്ല് മാറി എടുക്കണ്ടേ? ഞാൻ ഈ വർക്ക് ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്ത് സാറിന് ബില്ലാക്കി സാറിനുള്ള തന്നിട്ടേ ഞാൻ പോരുള്ളൂ. പിന്നെ ഉറപ്പല്ലേ? ഞാൻ വിളിക്കാം കേട്ടാ. കള്ള നാറി, 1 മാസവും കൂടി ഉള്ളു, ബാക്കിയുള്ളതും കൂടി മേടിച്ച് തിന്നാൻ വേണ്ടിട്ട് വിളിക്കാണ്. ഇത്രയും നാളെ എന്തായിരുന്നു ഗമ, എന്തെങ്കിലും ഒരു ബില്ലായിട്ട് ചെന്നാല്. ഇത് ഞാൻ തീറ്റിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. നീയേ ആ കുട്ടിയേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സിഗരറ്റ് വേണോ? സിഗരറ്റ് വിളിച്ചു. എന്നെ ക്യാൻസർ വരുത്തി കൊല്ലാൻ നീ. മൊയ്തു, ഞാൻ 5 മണി ക്ലബിലേക്ക് എത്താം. അത് പറഞ്ഞ വാക്കല്ലേ. ശരിതാ. നിങ്ങൾക്ക് എന്തുദ്യോഗസ്ഥരാടോ? ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അല്ലേ? താൻ എവിടെ പോയി കിടക്കായിരുന്നു? സാറെന്ത് വിളിച്ചോ പറയും. മൊയ്തു,
മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരല്പം ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ബഹുമാനമൊക്കെ ഇപ്പോഴും ഉണ്ട് സാറേ. സാറ് വിളിച്ച കാര്യം പറയും. ഞാൻ അടുത്ത് തന്നെ റിട്ടയർ ചെയ്യാൻ പോവാണെന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടാവും. അത് തോന്നലല്ലോ സാറേ, നടക്കാൻ പോണ കാര്യമല്ലേ. അതുകൊണ്ട് ബഹുമാനക്കുറവൊന്നുമില്ല. സാറ് വിളിച്ച കാര്യം പറയും. സാറേ, മൊയ്തു സാറേ, സാറിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ഒരാള്. നമ്മുടെ FSന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുമേഷ് ചേട്ടൻ, നമ്മളെ മണ്ഡല സെക്രട്ടറി. അതെന്തായി എന്നുള്ളത് അത് ഞാൻ വിളിക്കാം. സുമേഷ് ചേട്ടൻ ഞാൻ വിളിക്കാം. അത് അങ്ങൊന്ന് വിളിച്ച് അറിഞ്ഞു കഴിഞ്ഞ വലിയ ഉപകാരമായി. ഹലോ സുമേഷ് ചേട്ടാ, മൊയ്തുവാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്ത് വിശേഷം മൊയ്തു? എന്റെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാ. മന്ത്രിയുടെ ഓഫീസിലോ? ആണോ? ഒരു മന്ത്രിയുടെ ഓഫീസിലാണല്ലോ ഇപ്പോ. 25,000 രൂപയുടെ ലോണിന് എന്തിനാണ്ടാ ഈ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ പോണത്? അതല്ല, എന്റെ ഓഫീസിലെ സത്യശീലൻ സാറില്ലേ, ഏയ് മൂപ്പര് തീരാൻ പോവാണല്ലോ. അല്ല, പിരിയാൻ പോവാണ് ഈ മാസേ. അപ്പൊ അതിനു മുമ്പ് നമ്മളെ FS ഒന്ന് ശരിയാക്കണം, ആ ഫിനാൻഷ്യൽ സാങ്ഷനെ. അത് നീ തന്നെ അങ്ങോട്ട് ശരിയാക്കിയ കാര്യങ്ങളൊക്കെ നടത്തടാ. എനിക്കിതെന്തെങ്കിലും അറിയാവണോ മോനെ? പാർട്ടി ഫണ്ടിലേക്കോ? ഞാൻ പറയാം. പാർട്ടി ഫണ്ടിലേക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് തരും സുമേഷേട്ടാ. അതെന്താന്ന് വെച്ചാൽ മൂപ്പര് തരും. നമ്പർ ഇപ്പൊ പറഞ്ഞ നമ്പർ എഴുതിയെത്തോളേ. 1646. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, റോഡ് ആൻഡ് ബ്രിഡ്ജ്, കരമാട്ടുകര. എനിക്കൊന്നും മനസ്സിലായില്ലാട്ടാ. ശരി, എന്നാല് വെച്ചോളി. അപ്പൊ സാറേ, സാറ് പിരീഡിന് മുമ്പ് FS ഓക്കെ. സമാധാനായി എനിക്ക്. പിന്നെ ആ പാർട്ടി ഫണ്ടിന്റെ കാര്യം മറക്കണ്ട, കൊടുക്കാലോ. ഇപ്പൊ നമുക്ക് ആ FS കിട്ടിക്കഴിഞ്ഞാ പിറ്റേ ദിവസം തന്നെ ടെൻഡർ വിളിച്ച് ഒരു 10-35 ദിവസത്തിന്റെ ഉള്ളിൽ പണി അങ്ങ് തീർത്ത് ആ ബില്ലങ്ങ് മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ സാറിന് കമ്മീഷൻ കിട്ടും. അതിന് മാത്രമൊന്നും കാണില്ല. അതൊക്കെ നമുക്കറിയാലോ. അവര് ആ പൈസകൾ തന്നു കഴിഞ്ഞാൽ പിന്നെ സുമേഷ് ചേട്ടൻ ചോദിക്കുന്ന പൈസ നമുക്ക് കൊടുക്കാം, ഒരു വിഷയമില്ല. അല്ലെ, കൊടുക്കാന്ന് പറഞ്ഞത് സാർ ആർക്കെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോ അതുപോലെ അല്ലല്ലോ. ഇതിപ്പോ അവസാനത്തെ അല്ലേ. തന്നെ അങ്ങോട്ട് വിളിച്ചോ? ആരെങ്കിലും വിളിച്ചോ? ഞാൻ വിളിച്ചോ? എന്നങ്ങ് പോ. സാറേ, നമ്മളെ ഗംഗാരം കോൺട്രാക്ടർ മോനാ. അങ്ങേര് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇവൻ ശരിയില്ല. ഇവൻ ഒരു എല്ല് കൂടുതലുണ്ട്. വരൂ. എന്താണ് സാറേ? ടോട്ടൽ സ്റ്റേഷൻ സർവേയുടെ വർക്ക് കഴിഞ്ഞിട്ട് 1.5 വർഷമായി സാറേ. ഇതുവരെ ബില്ല് മാറി കിട്ടിയിട്ടില്ല. ബില്ല് മാറിയില്ല ഇതുവരെ? സാർ, അതൊരു 25,000 രൂപയുടെ കേസുള്ളൂ സാർ. 25,000 രൂപയുടെ? സാർ, ആ ഫയൽ ഇവിടെ ഉണ്ട്, സാർ ഒപ്പിട്ടാൽ മതി. അത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കണത്. സാറേ, മഞ്ഞ ഫയൽ സാറേ. ടെൻഡർ കൊടുത്തത് എസ്റ്റിമേറ്റ് പ്രകാരമാണോ അതോ ബിലോ ആണോ? ഇല്ല, എസ്റ്റിമേറ്റ് പ്രകാരമാണ് സാറേ. എന്നോട് നുണ പറയാൻ നിൽക്കരുത് കേട്ടോ. സാറേ, എസ്റ്റിമേറ്റ് പ്രകാരമാണോ? ആണോ? ഇതിപ്പോ ഈ എസ്റ്റിമേറ്റ് വാല്യൂ 10% കുറച്ചാണ് കൊടുത്തിരുന്നതെങ്കിൽ 2,500 രൂപയുടെ കുറവുണ്ടാവും. അതെ. ആ പൈസ ഇവിടെ തരണം. അതിനെന്ത് സാറേ തരാല്ല? അത് തരണേ. എന്നാലും ഇപ്പൊ അത് വേഗം ഒപ്പിട്ടിട്ട് നമുക്ക് നീക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കളഞ്ഞു. അതൊക്കെ ഇവിടെ തരേണ്ട പൈസ ശരിക്കും. ഇല്ലാതൊന്നും നമുക്കും ജീവിക്കണ്ടേ സാറേ? അതെ. 500 കൂടി പറ്റുമോ? 2,500 തയ്യാറായിക്കോട്ടെ. അല്ല, ഇതെന്താണോ? ഇതെന്താണ് എനിക്ക് മനസ്സിലാവണില്ല. 2,500 രൂപ എനിക്ക് കൈക്കൂലി തരുവാണ് അല്ലേ? എന്നെ കൈക്കൂലി തന്നിട്ട് പ്രലോഭിപ്പിക്കാനാ തന്റെ ഉദ്ദേശം അല്ലേ? അങ്ങോട്ട് മാറിയോ? കൈക്കൂലി തന്നിട്ട് സ്വാധീനിക്കാൻ വേണ്ടി വരികയാണ് സാറേ. ഒന്ന് അറ്റസ്റ്റ് ലൈസൻസ് അറ്റസ്റ്റ് ചെയ്യിക്കാനിട്ട്
ഇതാരാണ് ഇവരൊക്കെ ഇങ്ങോട്ട് കടത്തി വിടുന്നത്? അല്ല ഫ്രണ്ട് ഓഫീസ് ചോദിച്ചപ്പോ സാർ ഇപ്പൊ ഫ്രീ ആണ്. ഞാൻ ഫ്രീ അല്ല, ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല അവര് കേറിക്കോളാം പറഞ്ഞാൽ അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. എന്നെ വിളിച്ച് ചോദിക്കണം. കുറച്ച് അത്യാവശ്യം ഉണ്ട്. അറിയാം, പുറത്തുനിന്ന് നിന്നോളൂ. സാറേ മോനെ ഇവിടെ ഉച്ചയുടെ ഗ്യാപ്പിൽ വാ. ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ ഈ പരിപാടി നടക്കില്ലെന്ന്. ഞാൻ ഉച്ച ഗ്യാപ്പിൽ വരും കേട്ടോ. പുറത്ത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പുറത്ത് പോ. ശരി. എടോ തന്നോടല്ലോ ദൈവമേ, അത് കൊടുക്ക് മരങ്ങോറ. തനിക്കെന്താ ബോധമില്ലേ? തന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പൈസ തെറ്റിയടിച്ചാണ്. ബാഗ് എടുത്ത് മറ്റേ പെട്ടി ഇതൊക്കെ എടുത്ത് പോണതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛൻ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് വെറുതെ 2 3 4 5 5 വിട്ടോ. സൈൻ ചെയ്യാൻ അപ്പ ചെയ്യാണ്. നീ നോക്കിക്കോ. ഇതാ തന്റെ ബില്ല് 25,000. സന്തോഷായില്ലേ? ഒപ്പിട്ടോടൂ. 1.5 വർഷമേ. ശരി സാറേ, അച്ഛനോട് അന്വേഷണം പറയണം. ആയിക്കോട്ടെ. ശരിക്കൊന്ന് പേടിച്ചല്ലേ? ശരിക്കൊന്ന് പേടിച്ചു. പിന്നെ പേടിക്കില്ലേ? ഞാൻ വിജിലൻസുകാരാന്ന് വിചാരിച്ചു. അല്ല, ഓരോ നിപ്പും ഗെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ എനിക്കും തോന്നിപ്പോയി. ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പൊ ശരി വിട്ടോ. ഓക്കെ സാർ. അയ്യോ 2 അച്ഛാ അച്ഛാ, വയ്യെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കേ. എന്തിനാ ഈ കസർത്ത് കാണിക്കണേ? അതെ, ഞാൻ ഈ കസർത്തൊക്കെ ചെയ്യുന്നോണ്ടാണ് ഇപ്പോ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉള്ളത്. പിന്നെ മന്മദേട്ടൻ അറിഞ്ഞാലേ ഇന്നെ വഴക്ക് പറയും. അതെന്തിന്? എന്തെങ്കിലും വയ്യായികയായാലേ. വയ്യായിക ആ ഇത് ചെയ്തോണ്ടോ? ആ ഇതൊക്കെ ചെയ്യുന്നോണ്ടാ അപ്പൊ പതുക്കെ എഴുന്നേറ്റ് നടക്കണേ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കിടന്നിട്ട് എന്റെ തീട്ടോ മൂത്രമൊക്കെ ഇഞ്ചു പോരേണ്ടി വരും. അയ്യാ, ഇനി നോയിക്കോ. ഇന്നലെ പത്രം പോയി, ഇന്നും പോകും പത്രം. അവിടെ ഒന്നും ചെയ്തോ, തുണി നിക്ക് എണ്ണീറ്റ് പോയിക്കോ. അതാരാ? അതാ സുമേഷ് ചേട്ടനൊക്കെ റെസിഡൻസ് അസോസിയേഷന്റെ. സുമേഷ? അതാ ഞാൻ അവിടെ ഇല്ലാന്ന് പറയാം. എന്തെന്താ? അല്ല, പിരിവാണ്. മോളെ അച്ഛനെ അച്ഛനില്ല. അല്ല, ഞാൻ അവിടുന്ന് കണ്ടാലും ഇവിടെ നിൽക്കണത്. സുമേഷന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എന്നെ 2 ആയിട്ട് കണ്ടതായിരിക്കും അല്ലേ രാഘവേട്ടാ? അല്ല, ഞാനും കണ്ടു സത്യനെ. രാഘവേട്ടനും പ്രായമായില്ലേ, കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ട്. കണ്ണട മാറ്റിക്കോ. രണ്ടുപേർക്കും പോയാ എന്താ വന്ന്? നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പിരിവിന് വന്നാണ്. വാർഷികാഘോഷത്തിന്റെ. മന്മദേട്ടൻ പോയിട്ട് ഇപ്പൊ 2 മാസമായിട്ടേ ഉള്ളൂ. പൈസ ഒന്നും അയച്ചിട്ടില്ല. 5,000 റുപ്യ അത്ര എഴുതിയിട്ടു. രാഘവേട്ട 5,000 ഒന്നും വേണ്ട, ഇവിടെ ഇല്ല, പൈസ ഒന്നും ഇല്ല. ഇനിയൊന്നുമില്ല, അത് തരാൻ ചെറിയ പൈസയാണ്. ചെറിയ പൈസ എന്താ രാഘവേട്ട കളിക്കല്ലേ? പിടിച്ചേ, വലിയ പരിപാടിയില്ലേ, നമ്മൾ ഇതിങ്ങനെ നടത്തണ്ടേ. ഞങ്ങള് ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അപ്പുറം വരെ പോയിട്ട് വരാം. അപ്പൊ ഇപ്പുറം വരുമ്പോ തന്നാ മതി കേട്ടാ. നല്ല കുട്ടിയാണ്. പോയാ ഒളിച്ചൊക്കെയായിരുന്നു. അല്ല, കണ്ടാ വലിയ കുഴപ്പമാണേ. എന്താ പറഞ്ഞേ? അത് തരാൻ പറഞ്ഞു അച്ഛന്. എന്താ? 5,000 റുപ്യ കൊടുക്കാൻ. 5,000 റുപ്യ? 50 റുപ്യക്ക് മാർഗമില്ല, പിന്നെയാണ് 5,000. എന്തെങ്കിലും ഒരു 10 50 റുപ്യ കൊടുക്കാന്നല്ലാതെ 5,000 റുപ്യ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്. അച്ഛൻ എന്നോട് ദേഷ്യം പറഞ്ഞ? അച്ഛൻ ഇവിടെ നിന്നൂടായിരുന്നോ? അവരോട് പറയാൻ പാടില്ലായിരുന്നോ? പറയുമ്പോ വലിയ ഗൾഫുകാരാണ്. ആ ചെക്കൻ പോയിട്ട് 2-2.5 മാസമായി. 5 പൈസ ഇതുവരെ വെച്ചിട്ടില്ല. വിസയ്ക്ക് വേണ്ടി ആ കോയരടുത്ത് വാങ്ങിയിട്ടുള്ള പൈസ കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? വിളിക്കുന്ന സമയത്ത് അതൊക്കെയാ പറയട്ടെ. അച്ഛന്റെ 12 മണിയെ വളരെ കുറു പറഞ്ഞോടുക്കലോ. തന്നെ കഴിച്ചോ?
സുഖാണോ? സുഖമാണോ? ഇവിടെ സുഖമാണോ അവിടെ സുഖമാണോ? ഇവിടെ മഴ ഉണ്ടോ അവിടെ മഴ ഉണ്ടോ? ആ ഇവിടെ സുഖാണ്. പൈസയുടെ കാര്യം പറ കുട്ടിയെ, പൈസയുടെ കാര്യം ചോദിച്ചു. പൈസ അതെ, ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അപ്പഴേ വർത്താനം പറയാൻ പറ്റുള്ളൂ. അച്ഛൻ പറയാൻ വെക്കാം. ആ കൊടുക്കാം. പൈസയുടെ കാര്യം പറഞ്ഞു. ഇന്ന് അച്ഛൻ പറഞ്ഞോ? എന്നാ ഞാൻ ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട്, പറഞ്ഞാ മതി. ആ കുട്ടിയെ. ഞാൻ ഇന്ന് പൈസ അങ്ങോട്ട് അയക്കണുണ്ട് കേട്ടാ. അതെ, ഞാനേ പൈസ അയക്കാൻ പറയാൻ വേണ്ടി പറയായിരുന്നു ഇവിടെ. പൈസ ഇന്ന് തന്നെ ഇവിടെ അങ്ങോട്ട് അയക്കും. അപ്പൊ അത് ഇന്ന് തന്നെ അച്ഛൻ അവിടെ കിട്ടുകയും ചെയ്യും കേട്ടാ. ആ നന്നായി നന്നായി നന്നായി. ഇന്ന് തന്നെ കിട്ടുവോ? ഇന്ന് തന്നെ കിട്ടും. ഞാൻ ബാങ്ക് വഴിയല്ല അയക്കണതേ, കുഴല് വഴിയാ അയക്കണേ. കുഴല് വഴിയോ? അതെ, അച്ഛൻ ഇങ്ങോട്ട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ആ കുഴല് വഴി അയക്കും. അച്ഛാ, ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കോഡ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞുതരാം അച്ഛന്. കോടേ? കോടയല്ല അച്ഛാ, കോഡ് കോഡ് കോടി. അത് അച്ഛനൊരു പേപ്പറിൽ എഴുതി വെക്കണം. ആ ശരി. അത് കഴിയുമ്പോഴേക്ക് ഒരാൾ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കുമ്പോഴേക്കും ഈ കോഡ് പറഞ്ഞു കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഈ കാര്യമൊന്നും അച്ഛൻ മണ്ടുവിനോട് പറയണ്ട. ആ ഇല്ല, ഇതിപ്പോ ഒച്ചയിലാണ് ഇട്ടണത് അവളെ. തൽക്കാലം അച്ഛൻ ഒന്നും പറയണ്ട. ആ ഇല്ല പറയില്ല, ഞാൻ പറയില്ല. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടാ. ആ ആയിക്കോട്ടെ. എന്നാലും കുട്ടിയെ എടാ, എന്താ ഈ കുഴല്? എന്റെ അച്ഛ, അതൊന്നും ഇപ്പൊ വിസ്തരിക്കാനുള്ള സമയമില്ല. അച്ഛനാ കാശ് കൊണ്ടുവരുമ്പോ അതങ്ങ് മേടിച്ചു വെച്ചാ മതി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, പൈസ കിട്ടിയാ മതി. കുഴല് എന്ന് പറഞ്ഞ ഈ കുഴല് കൂടെ ഇപ്പൊ എങ്ങനെ ഇതായിരിക്കും പൈസ? ആ എന്തേലും വിദ്യ ഉണ്ടാവുമായിരിക്കും. ചേട്ടാ 85 റുപ്യ. എത്ര റുപ്യ? 85. ഈ മുട്ടായി ഒന്നും മധുരം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ വീട്ടിൽ നിന്ന് വന്ന കണ്ണ് തെറ്റി അത് ഓരോന്ന് എടുത്തു തിന്നാ. അതൊരു കാര്യം ചെയ്യും. അപ്പൊ 85 2 87 ആ 87 റുപ്യ. 87 റുപ്യ എന്തായുണ്ട്? അതെ അത് അവിടെ എഴുതിക്കോ. അപ്പൊ മന്മഥൻ ഗൾഫ് പോയിട്ട് 2 മാസമായില്ലേ, ഇനി കാശ് അയച്ചിട്ടില്ലേ? പൈസ അയച്ചിട്ടുണ്ട്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞ ബാങ്കിൽ വന്നെ മെസ്സേജ് വരും, അപ്പോഴേലും തരണേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാ. ആ അത് ബാങ്ക് വഴി അല്ലാതെ ഇത് കുഴല് വഴിയാ. കുഴൽപ്പണ? ഈ കുഴൽപ്പണത്ത് പറഞ്ഞ എന്താ അറിയോ? അല്ല ഞാനും അത് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താന്ന് അറിയില്ല, അതുകൊണ്ടായി ചോദിക്കുന്നത്. അറിയില്ല അല്ലേ? എനിക്കും അറിയില്ലതേ. അല്ല സത്യത്തെ എങ്ങനെ ഈ കുഴൽപ്പണം? ഞാനത് കൊറേ ആലോചിച്ചോടോ. ഗൾഫിൽ നിന്ന് പൈസ ഇട്ടാല് നമുക്കത് ഇവിടെ കേരളത്തിൽ കിട്ടണം. അപ്പൊ കേരളത്തിൽ കിട്ടാൻ മാത്രം വലിയൊരു കുഴലുണ്ടോന്നാ അപ്പൊ എന്റെ ഒരു ആലോചന പോണത്. ഗൾഫിൽ നിന്ന് നമ്മുടെ കേരളം വരയ്ക്കുള്ള കുഴലോ? ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഏത് വഴിക്കാ വരുന്നുണ്ടാവുക? അതാണ് ഒരു പിടിയില്ല എനിക്ക്. അതെ കോയൊക്കെ വരുന്നുണ്ട്. മൂപ്പർക്ക് പിന്നെ ലോകപരിചയം ഉണ്ടല്ലോ, മൂപ്പരോട് ചിലപ്പോ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് ലോകത്തിലെ 7 വൻകരകളിൽ ഒന്നാണ് ഈ ജപ്പാൻ. ജപ്പാനില് ഏത് സമയം ഭൂമി കുലുക്കണ്ട് അറിയാൻ എനിക്ക്. എന്താ കാരണം? ജപ്പാൻ എന്ന് പറഞ്ഞ് കടലിന്റെ മുകളിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കണ ഒരു സ്ഥല. അപ്പൊ ഈ കടലിന്റെ 4 വശത്തൊന്നും തിരമാല ഇങ്ങനെ അങ്ങോട്ട് വന്നങ്ങനെ അങ്ങോട്ട് അടിക്കുമ്പോ ജപ്പാൻ കിടന്നിങ്ങനെ ഇളകും. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കുണ്ടാവണേ. ഈ ശ്രീലങ്ക കടലിന്റെ നടുക്കല്ലേ, അപ്പൊ അവിടെ എന്താ ഈ ഭൂമി കുലുക്കം ഉണ്ടാകത്ത്? ശ്രീലങ്ക കടലിന്റെ നടുക്കാണല്ലോ. ശ്രീലങ്ക ഇന്ത്യ പറഞ്ഞുതരാം. അതായത് ശ്രീലങ്ക കടലിന്റെ നടുക്ക് തന്നെയാണ്, പക്ഷെ അത് ഇന്ത്യനായിട്ടൊരു കണക്ഷൻ ഇങ്ങനെ കിടക്കുക. പഴയ കാലത്തുള്ളൊരു പാലം ഉണ്ടല്ലോ, ആ ഇന്ത്യന്ന് ഈ ശ്രീലങ്കയിലേക്ക്, അതിന്റെ ഒരു കണക്ഷൻ എപ്പോഴും ഇങ്ങനെ കടലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കിടക്കുക. അത് കാരണം അത് ഇളകൂല. ജപ്പാൻ അങ്ങനെയല്ല, ജപ്പാൻ വെള്ളത്തിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കല്ലേ, അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കുണ്ടാവുന്നത്. ശരി ശരി ശരി, അപ്പൊ എനിക്ക് കാര്യം കൊടുത്തിട്ടില്ലേ? അതെ നമ്മുടെ സത്യേട്ടന് ഒരു സംശയം, അതൊന്ന് തീർത്തു കൊടുക്കും.
ചോദിച്ചോളൂ പറഞ്ഞുതരും. എന്താ വിഷയം? ഒന്നുമില്ല. അതായത് ഈ കുഴൽ എങ്ങനെയാണ്? വട്ടത്തില്. അതല്ല ഈ പറയുന്നത്. നീളത്തില്. അതൊന്നല്ല. പിന്നെ അതായത് ഈ കുഴൽപ്പണം എന്ന് കേട്ടിട്ടുണ്ടോ? അതെ. അത് ശരി. ആർക്കൊ പോയി കുഴൽപ്പണം വരുന്നേ? ഇക്കല്ലേ കുഴലില് പണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടണല്ലോ, വേണല്ലോ. അപ്പൊ അത് എങ്ങനെ? അതാണ് എനിക്കറിയില്ല, ബലു അറിയില്ല. അതായത് സുഗത, ഈ കടലുണ്ടല്ലോ, കടല്. കടലുണ്ട്. അത് ഭൂമിയിൽ ഇങ്ങനെ മുറിയാണ്ട് കിടക്കണ ഒരു സാധന. അതെ അതെ അതെ. അത് നമ്മുടെ നാട്ടിലുണ്ട്, ഗൾഫിലും ഉണ്ട്. അപ്പൊ ഗൾഫിൽ നിന്നൊരു കോയല് കടലിന്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് നേരെ പാടങ്ങള് നമ്മുടെ നാട്ടിലേക്കാ വന്നാല് അതിൽ കൂടെ കായ് അങ്ങടട്ട സാധനപ്പെടുത്തില്ലേ? എന്തൊക്കെ ഈ പറയണത്? കടല് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കരയെ കൂടെ പിന്നെ ഒരുപാട് ദൂരല്ലേ? അവിടെ എവിടെ കുഴല്? അതാണേ കോയ, ഇത് എത്ര ആലോചിച്ചിട്ട് ഒരു അന്തം കിട്ടുന്നില്ല. അതിപ്പോ പോയാ ചെക്കപ്പ് ഒന്ന് പൈസ ഇവിടുന്ന് ഇട്ടു. എന്തെങ്കിലാവട്ടെ, കുഴലിനൊരു തടസ്സമില്ലാണ്ട് പണം കൂടെ എത്തിയാൽ മതിയായിരുന്നു. അതെ അതെ, പൈസ ഇവിടുന്ന് ഇന്ന് ഇട്ടാല് അത് ഇന്ന് തന്നെ ഇവിടെ കിട്ടുന്ന അവർക്കത്. അതെ സത്യേട്ടാ, ഈ കുഴല് വഴി കാശ് വരുമ്പോഴേ ഒന്ന് എന്നെ വിളിക്കോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണാനേ. ഞാൻ വായനശാലയിലുള്ള കുട്ടികളോട് കൂടി പറഞ്ഞു, അവര് വന്നോട്ടെ, കുഴലിന്ന് എങ്ങനെയാ വളം വരിക കാണട്ടെ. സത്യേട്ടന്റെ വീട്ടുകാർ വേണ്ടോന്ന് ഈ കുഴൽപ്പണം എന്താന്ന് നമ്മൾ അറിയാൻ പറ്റില്ല. അല്ലാണ്ട് ഒരാളോട് പറയില്ലല്ലോ അസൂയാലും. ഒരാൾ മിണ്ടില്ല, മറ്റുള്ളവർ കാണണ്ട. നമ്മക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ മറക്കരുത്, അത് വരുമ്പോ ഒന്ന് വിളിക്കണം. ഞാൻ വിളിക്കും. പിന്നെ ഞാൻ ആ അസർഫിന്റെ ബാർബർ ഷോപ്പിലൊക്കെ ഒന്ന് പോകണ്ടേ, അപ്പൊ അവിടെ ഒന്ന് പറയാം. കാണൂർ കണ്ടോട്ടെ. പിന്നെന്താ, എപ്പോഴാ വരികയെന്ന് പറഞ്ഞോ? എപ്പോ വേണമെങ്കിലും. അങ്ങനെ പറഞ്ഞു. അല്ല സത്യേട്ട ഇതാണാ? സത്യം ഇതാണോ എന്റെ കോയില്? കുട്ടിയെ എവിടക്കാ? എന്റെ വീട്ടിലേക്കാ? അല്ലേ സണ്ണിച്ചേട്ടന്റെ കക്കൂസ് പണിയുണ്ട്. ഇതെന്തല്ല. അപ്പൊ എന്നാ സുഗത, ഞാൻ ഇരിക്കണില്ല. അതെ പോട്ടെ, കുറച്ച് സാധനം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ ഇതും പഴയ കാശും ഒക്കെ പാടെ കൂടിയിട്ട് പണം വന്നങ്ങോട്ട് തരണേ. അതെ അറിയിക്കട്ടോ. ഞാൻ പൈസ വന്നാ വിളിക്കാം. അപ്പൊ അങ്ങോട്ട് പോരെ. അപ്പൊ മറ്റേ വിസയുടെ പൈസയും കൊണ്ടുപോലോ. പ്രധാന ഇതൊന്ന് കാണണല്ലോ. വിളിക്കണ്ടോ? ശരി ശരി. എന്റെ വച്ചൊക്കെ തീർക്കാറോ. അരി കൂടെ നോക്കി പോ. ഇത് കായ് സാധാരണ കായ് തന്നെയാവൂല്ലേ? പിന്നെ അല്ലെങ്കിൽ ഇവിടെ ചെലവാക്കാൻ പറ്റില്ല. പക്ഷെ അത് എങ്ങനെ ഈ വരുന്നതെന്നുള്ള അപ്പൊ കാണാലോ. വീട്ടിലേക്ക് അതിശോടി ചെല്ലാൻ പറഞ്ഞേ. ഞാൻ വരാ പറയും. ഞാനേ ആ സത്യന്റെ അവിടെ കോൽപ്പണം വരില്ല, അപ്പൊ അത് വന്നിട്ട് കണ്ടിട്ട് അങ്ങോട്ട് വരാ പറയും. ഞാൻ പറഞ്ഞേക്കാം. സുമേഷേട്ടാ, എന്തേത് ഇടാമലൊക്കെ തിരിഞ്ഞ് എന്തേത്? പെടലി ഇങ്ങോട്ട് തിരിക്കാൻ പറ്റണല്ലോ, ഇങ്ങോട്ടും തിരിക്കാൻ പറ്റണല്ലോ. എത്ര ദിവസമായി? 2 ദിവസമായി. 2 ദിവസമായ? ചെവിക്കകത്തെ എന്തോ ഒരു മൂളക്കം പോലെ. വണ്ട് വല്ലതും കേറിയാ? വണ്ടി കയറിയിട്ടാണ് ഞാൻ അവിടുന്ന് ഇവിടെ വരെ വന്നത്. എവിടെ വേദന? ഏത് ഭാഗത്താ? ഏത് ഭാഗത്താണ് വേദന ഉള്ളത്? ഈ ഭാഗത്ത് വേദന ഉണ്ട്. അതല്ലേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ഈ വരല്ലേ കാണാൻ പറ്റണ്ടോ? വേദനുണ്ട്. അല്ല ഇങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നല്ല നോക്കിയേ. വേദനുണ്ട് കേട്ടോ. ഒന്നുമില്ല ശരി, മരുന്ന് തരാം.
ഇതെന്താ 2 ദിവസമായിട്ട് എന്താ വന്ന് നേരത്തെ ഒന്ന് മരുന്ന് മേടിക്കാത്ത? ഞാൻ 2 സ്ഥലത്തൊക്കെ ഞാൻ പോയി അവിടെ ഒന്നും കുടിച്ചിട്ടൊന്നും ഒരു കാര്യമായില്ല. അപ്പഴേ നിറയെ മരുന്നും വെച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കില്ല, പിന്നെ എന്തിനാണ് അവിടെ ഇവിടെയൊക്കെ പോയി അലയണേ? എന്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ. അല്ല ആദ്യം സുമേഷ് ചേട്ടന്റെ മരുന്ന് തരട്ടെ, എന്നിട്ട് ഞാൻ ഭാര്യക്കുള്ള മരുന്ന് തരാം. ഭാര്യക്കും പ്രശ്നമുണ്ട്, എനിക്കറിയാം. വേദന ഏത് ഭാഗത്താ പറഞ്ഞേ? വേദന ഇവിടെ അല്ലേ? അവിടത്തെയാണ്. ഉണ്ട് അതിനുള്ള സാധനം ഉണ്ട്. ഉണ്ട്. എനിക്ക് പെട്ടെന്നൊരു സംശയം, ആ മരുന്ന് തീർന്നോന്നൊരു സംശയം. സാധനം ഉണ്ട്, ഞാൻ തരാം. ഈ ഗുളിക അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഭക്ഷണത്തിന് ശേഷം അല്ല ഇത് മതി, 3 എണ്ണം മതി. 3 നേരം പകുതി ഗുളിക ഭക്ഷണത്തിന് ശേഷം. ഇത് കഴിച്ചാൽ മാറുമല്ലോ അല്ലേ? ഇനിയിപ്പൊ അഥവാ മാറിയില്ലെങ്കിൽ പകുതി കൂടെ കഴിച്ചോ, 1 എണ്ണം ആക്കിക്കോ. മാറും, അതിൽ മാറും. അതെ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഇംഗ്ലീഷാണേ. ഇത് പറഞ്ഞ സുമേഷ് ചേട്ടന്റെ മനസ്സിലൊന്നും നിൽക്കില്ലോ, വലിയ പേരാ. ഇത് അസുഖം മാറിയ പോരെ. ഇത് പിടിക്ക്. അതിന് ഭാര്യയുടെ കാര്യം പറയാം. എന്താ ഭാര്യക്ക് എന്താ പ്രശ്നം? ഭാര്യക്ക് ഭയങ്കര തലവേദനയാണ്. തലവേദന അടിക്കടിക്ക് വരാറുണ്ടോ? ഒരു 3-4 മാസമായി. തലവേദന വരുമ്പോ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുന്ന എനിക്കിട്ട് താങ്ങും. അതെ. ചിലവൊക്കെ അടി. ഒരു കാര്യം ചെയ്യും, കുഴപ്പമില്ല. ഇത് കഴിക്കട്ടെ. ഇത് രാവിലെ 1, രാത്രി 1, 5 ദിവസം കഴിക്കുമ്പോഴേക്കും ഭാര്യ ഓക്കെ ആവും. രാത്രി 1, കിടക്കണ അങ്ങനെ 5 എണ്ണം. 5 എണ്ണം 5 ദിവസം. അല്ല ഇതിന് എത്ര ആഴ്ചയായി? അപ്പൊ 189 ആയി. 189. 189, 190, 200. അതെ, കഴുത്ത് വേദനയെല്ലാം മാറിക്കഴിഞ്ഞിട്ടേ നല്ല ഉഷാറായി കഴിയുമ്പോ ഈ മുട്ടായി ചവച്ചങ്ങിരുന്ന് എന്നെ ഓർക്കണം. ഞാൻ തിരിയട്ടെ? മെല്ലെ തിരിഞ്ഞു. ഇപ്പൊ ഗുളിക കൈ ഇരിക്കല്ലേ, ഇപ്പൊ തന്നെ കുറെ മാറും, ആശ്വാസമാവും. ഈ മരുന്ന് കൊടുക്കലെന്ന് പറയണ വല്ലാത്ത പാട് തന്നെ. 100 അസുഖങ്ങളും 100 മരുന്നുകൾ. ഒന്നുകിൽ ആൾക്കാർക്കെല്ലാം ഒരു അസുഖമായിരിക്കണം, അല്ലെങ്കിൽ എല്ലാ അസുഖത്തിനും ഒരു മരുന്നായിരിക്കണം. എങ്കിൽ എളുപ്പമായിരുന്നു. കുറെ മരുന്ന് ഈ സ്ഥാപനം നടത്തണമെന്ന് പറഞ്ഞ എന്ത് കളിയാണ് മന്മാട്ടെ കളിക്കണം? എന്റെ പേര് നിന്റെ ലൈസൻസിൽ ഞാനിത് നടത്താൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. ഇന്നേ വരെ വാടകയ്ക്ക് ബുദ്ധിമുട്ട് വന്നില്ലല്ലോ. ഈ മാസം ഇച്ചിരി ടൈറ്റ് അതല്ലേ, ഞാൻ തരാം. ഞാൻ വാടക ചോദിക്കാനല്ല വന്നത്. ഇതെന്തായി കാണിച്ചാണ്? എന്നത് മന്മേട്ട, ഇത് എന്റെ ഒരു ബന്ധു ഇവിടെ വന്നിട്ട് മരുന്ന് മേടിച്ചാണ്. 6 മാസമായി ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട്. ഈ സാധനമാണ് എടുത്ത ആളുകൾക്ക് കൊടുക്കണം. മന്മേട്ടന് ഇങ്ങനത്തെ തോന്നിവാസം എന്തെങ്കിലും കാണിച്ചാല് എന്റെ ഫാർമസി ലൈസൻസ് വെച്ചാണ് ഇത് നടത്തണത്. ഞാൻ അകത്ത് പോകും. എന്റെ പേര് ചെയ്യാതെ ഇതിന്റെ ജനന തീയതിയൊക്കെ നോക്കിയിട്ട് മരുന്ന് കൊടുക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത്. നിനക്കറിയാലോ, നീ തേരാപ്പാറയിൽ നടക്കണല്ലേ. എത്ര മെഡിക്കൽ ഷോപ്പ് ഇതിന്റെ അടുത്തുണ്ടെന്ന് അറിയാമോ? ഇത് നടത്തിക്കൊണ്ട് പോകണതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. രാവിലെ കറണ്ട് വാടക, സ്റ്റാഫിന്റെ ശമ്പളം. സ്റ്റാഫുള്ള ഒരുത്തനാണെങ്കിൽ അവൻ ഇട്ടേച്ച് പോയി ശമ്പളം കുറവെന്ന് പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് പിരിവുകാര്, ഇത് എന്തെല്ലാം സഹിച്ച്. ഈ നടത്തണവന്റെ പെട്ടിയിൽ എന്തെങ്കിലും വേണ്ടേ? കച്ചവടം ഇല്ലാന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് കണ്ണി കണ്ട മരുന്ന് കൊടുത്ത് കൊല്ലാന്ന് നോക്കിയാണ്. ആ വല്ലാറ് കൊടുത്ത ബാലൻ ചേട്ടൻ എന്താ കാണിച്ചത്? ഡോക്ടറുടെ ചീട്ടില്ലാതെ മരുന്ന് കൊടുത്തിട്ട് അയാൾ ഒരു സൈഡ് തളർന്നു കിടക്കാണ്. അത് ഇവിടുന്ന് ഞാൻ കൊടുത്തൊന്നുമല്ല. നീ ആവശ്യമില്ലാത്ത കേസുകളൊന്നും എന്റെ തല വെക്കല്ലേ. മന്മഥേട്ടന് അങ്ങനെ കൈയൊഴിഞ്ഞ് കാര്യം പറയാ. എനിക്ക് എന്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ വന്ന് പറയണ. അത് അറിയാവുന്ന പിള്ളേരാരെങ്കിലും വെച്ച് ചെയ്യിച്ചൂടെ? ഒരു പുതിയ സ്റ്റാഫ് വരാന്ന് പറഞ്ഞിട്ട് അവൻ ഇത്ര നേരമായിട്ട് എത്തിയില്ല. ഇന്ന് വരാന്ന് പറഞ്ഞാണ്. അവൻ ഏത് ഷോപ്പിൽ നിന്നാണ്? അവൻ ടീ ഷോപ്പിൽ. ടീ ഷോപ്പിലാ? അവിടെ വെറോട്ട മേക്കറാണ്. കുഴപ്പമില്ല, ഞാനവനെ പഠിപ്പിച്ചെടുക്കാം. മന്മഥേട്ട ഹോട്ടലിൽ പൊറോട്ട അടിക്കണവനാണ് രോഗിക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ നിൽക്കണത്. ഇതിന് ഈ കോഴ്സ് പഠിച്ച ആരെങ്കിലും പിള്ളേരെ വിളിച്ചു നിർത്തി ചെയ്യിച്ചൂടെ? ഇത് എന്റെ പ്യാരി, കോഴ്സ് പഠിച്ചവനൊക്കെ നമ്മൾ ഈ സാധാരണ ശമ്പളം ഒന്നും കൊടുക്കാൻ നിൽക്കൂല. അവർക്കെല്ലാം നല്ല കാശ് കൊടുക്കണം. അതിനുള്ള വരുമാനം ഇവിടെ വേണ്ടേ? എന്റെ ദൈവമേ, എന്റെ മന്മഥേട്ട, നിങ്ങൾ എന്തേലും ഒക്കെ കാണിച്ച ഞാനല്ല അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത്. എന്റെ ലൈസൻസ് വെച്ചിട്ടല്ലേ നിങ്ങൾ നടത്തണത്. നീ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ചെറിയ കാര്യമല്ല. ഇനി എന്റെ ലൈസൻസ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇതിലില്ല കേട്ടാ.
ഈ കണ്ട ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത്രയും മരുന്ന് ഇവിടെ ഇരിക്കണം, ഇത് ഒറ്റയടിക്ക് ഇത് നിർത്താന്നൊക്കെ പറഞ്ഞു. വേറെ ആരെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ നടത്തിക്കോന്നേ. നിങ്ങൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇവിടുന്ന് മരുന്ന് കൊടുക്കാൻ നിൽക്കണ്ട. അതെ, പ്യാരി ശോഭിക്കണ്ട, പ്രഷർ കൂടി നിൽക്കുകയാണ്. ഞാൻ അതിനുള്ള ഗുളിക തരാം, അത് കഴിച്ച് ഒരെണ്ണം കഴിച്ചത് ഡൗൺ ആവും. താനെടുത്ത ആവശ്യത്തിന് കഴിച്ചോ. ഇന്നാ ഇതിപ്പോ പഠിച്ച് ലൈസൻസ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാക്കെന്നും കർശനാണല്ലോ. എന്തൊരു കഷ്ടാണ് റബ്ബേ. എന്നു തന്നെ പണി. ഒരു ഡോക്ടറെ പോയി കാണിക്കൂല, സ്വന്തം ചികിത്സ എടുത്തത്. എന്താണ് ഇക്കത്? നെലോളി ഗേറ്റിൽ അങ്ങോട്ട് കേൾക്കണ്ടല്ലോ. ഞാൻ ഷോപ്പിലേക്ക് പോണ നിങ്ങളെ നെലോളി കേട്ടോ അങ്ങോട്ട് കയറി ആരെയും കാണിക്കേണ്ടത്. ഈ വരുമാനായിട്ട് പെരയിൽ ഇങ്ങനെ കിടന്ന വരുമാനം മാറുമോ? എന്തൊരു കഥയാണിത്. ഇവിടെ കൊണ്ടാങ്ങട് കുടിക്കേ. ഡോക്ടറെ പോയി കാണാൻ പറയുന്നേ. നിങ്ങൾ ഈ ഇഞ്ചും ചുക്കും കുരുമുളകൊന്നും കഴിച്ചോണ്ട് ഇത് മാറൂല ടെക്ക. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ടുണ്ട്. എന്തിഞ്ചത്? ഇത് എവിടുന്ന എനിക്ക് കിട്ടി? പ്ലാസ്റ്റിക്കിന്റെ ഇഞ്ചത്. ഒരു രുചിയില്ല, ഒരു എരിവുമില്ല. എന്തുണ്ടാക്കി കൊടുത്താലും രുചിയില്ല. എന്താ കാര്യം അറിയോ? കണ്ണീ കണ്ട മരുന്നൊക്കെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങാ, ഡോക്ടറോടൊന്നും ചോദിക്കില്ലേ, എന്നിട്ട് അതൊക്കെ എടുത്ത് വിഴുങ്ങ. പിന്നെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവാ? ഇക്കാതിങ്ങനെ മാറൂല ടെക്ക. നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ വന്നിട്ട് മൂപ്പരെ കൊണ്ട് കാണിക്കാൻ നിങ്ങൾ എന്ത് കൂടെ പോരി? നമ്മുടെ വാപ്പാനെ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെ കാണിച്ചില്ലേ? സകലമാന ഡോക്ടർമാരെ കാണിച്ചില്ലേ? എന്നിട്ട് എന്തുണ്ടായി? വാപ്പ മരിട്ടാകുമ്പോ 74 വയസ്സാ വാപ്പക്ക്. നിങ്ങൾക്ക് അതാ പ്രായം? അതെ. ആണോ? പോയി. ഒരു കുഴപ്പമില്ല. എന്റെ മോയിതു വെറും ഗ്യാസ് ഒന്നല്ല കേട്ടോ. ഈ വേണമെങ്കിൽ എന്റെ കാക്കാനെ കൊണ്ടേക്കോ. പോയി. നിങ്ങളിപ്പോ എന്റെ കൂടെ കുഴപ്പമില്ല. മാറിടാതെ വണ്ടിയിൽ പോയി ഡോക്ടറെ കാണിച്ചിട്ട് പോയി കഴിച്ചേ. ഇത് ഇത്ര ഉള്ളതേ ഞാൻ പറഞ്ഞില്ലേ. എന്തെങ്കിലും ഉണ്ടെന്നെ വിളിച്ചോണ്ട് ഞാൻ ഷോപ്പിൽ ഉണ്ടാവും. കുഴപ്പമൊന്നും ചേക്ക മാറി മീറായി. ഒന്ന് പോയിട്ട് ആ ഡോക്ടറെ കാണ്. പോയിക്കാ പറഞ്ഞ ഇക്കറിയാ എന്റെ അസുഖത്തിന് എന്ത് മരുന്ന് കഴിക്കണ്ട്. എന്നൊക്കെ ഞാൻ കഴിച്ചാൽ മാറലും ഉണ്ട്. ഇതിപ്പോ ഇതിനുള്ളത് എന്റെ കയ്യിൽ ഉണ്ടായില്ല. അത് നോക്കിയപ്പോ മരുന്ന് കാണാല്ലേ. അതപ്പൊ ഞാൻ അത്ര വട്ടം ചിറ്റിയായി. അപ്പൊ പോയി അത് മേടിച്ചാ കഴിച്ചു കഴിഞ്ഞാ ആ അസുഖം കൊണ്ട് മാറി. ഇനിയിപ്പോ പോയിട്ട് അത് മേടിക്കാൻ പോവാ. എന്താ മേടിക്കണ്ട പിന്നെ? ഇത് നീല ഗുളിക, ഇത് പനിയുടേത്. പനിക്കാരെല്ലാം വന്ന് ചോദിച്ചാൽ ഇത് കൊടുക്കണം കേട്ടാ. പിന്നെ ഇത് അതവിടെ വെക്ക്, ഇത് ശ്രദ്ധിക്ക്. ഇത് മേലുവേദനയ്ക്കുള്ളത്. വേദന, നല്ല വേദന ഉണ്ടെങ്കിൽ ഇത് കൊടുക്കണം. ഈ ഓറഞ്ച് കളറ് മേലുവേദന. ഇത് ഞരമ്പിന്റെയാണ്. ഞരമ്പ് രോഗികളെ അപ്പൊ അവരെങ്ങനെ നമ്മൾ മനസ്സിലാവും? ആ ഞരമ്പ് രോഗിയല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ ഞരമ്പില്ലേ, വെയിനുകളില്ലേ, ഞരമ്പ് രക്തം ഓടുന്ന ഞരമ്പ്. ഞാൻ വിചാരിച്ചു മാറ്റേ. അതല്ല അതിന് മരുന്നില്ല. പിന്നെ നീ വേണമെങ്കിൽ ഇതിന് രണ്ടെണ്ണം കഴിച്ചോട്ടാ. അപ്പൊ ഇത് ഇത്രയൊക്കെ ഇപ്പൊ പഠിച്ചു വെക്കണം. ഞാനേ കുറച്ചു ദിവസത്തേക്ക് ഇതിന്റെ പേര് എഴുതി വെച്ച് തരാം. ഇതിനുള്ളത് എഴുതി വെക്കാം. അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. അതെ 5 കിലോ മൈദക്ക് എത്ര പൊറോട്ട അടിക്കേണ്ടത് ഞാൻ സെക്കൻഡോട്ട് പറയും. പൊന്നുണ്ണി, നീ പൊറോട്ടയും ഹോട്ടലും ആ കാര്യം ഒന്നും ഇവിടെ മിണ്ടല്ലേ. ആരും ചോദിച്ചാ നീ ഫാർമസിസ്റ്റ് എന്ന് പറയണം. ആര്? ഫാർമസിസ്റ്റ്. ഇപ്പൊ പറഞ്ഞെല്ലാം മനസ്സിലായോ? ഇത് മനസ്സിലായി. ആയല്ലോ, എല്ലാം മനസ്സിലായി. ഇതെന്തിനുള്ളതാ? ഞരമ്പിന്റെ. അതെ, ഞാനൊരു ചായ കുടിച്ചിട്ട് വരും. അതിനിടയ്ക്ക് ആരെങ്കിലും വന്ന മരുന്നൊന്നും കൊടുക്കണ്ട കേട്ടാ. ഞാനിപ്പോ വരുമെന്ന് പറഞ്ഞാൽ മതി, വന്നിട്ട് കൊടുത്താ. ഇതൊന്നും തിരിയണ്ടായല്ലപ്പാ. പനിയിലെ ചെറിയ പനി, വലിയ പനി, ജലദോഷം, ഇതെങ്ങനെ മനസ്സിലാവന്?
ഈ നാട്ടിൽ തന്നെ പൊറോട്ട പണി തന്നെ. ഉച്ച 300 പൊറോട്ട അടിക്കും, പൈസ മേടിച്ച് പോവാ. സംഭവം ഗെറ്റപ്പാണ് സംഭവം. ഒരു വിലയുണ്ട്, ചൂടുള്ള പവറാണ്. 10 ആള് മുമ്പ് ഇങ്ങനെ ഇരിക്കണം. ചേട്ടാ മരുന്ന് വേണ ഗുളിക ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വിളിക്കുന്ന ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. ഇതും തന്നെ രണ്ടെണ്ണം. എന്താണ് മരുന്ന് തന്നെ. മറ്റേ എവിടെ മറ്റേ പെര ഉണ്ടായിരുന്ന ചക്കര ഇവിടെ മരുന്നെടുത്ത് കൊടുക്കണേക്കല്ലേ? ഓൻ പോയി. ഓൻ പോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ല പടച്ചോൻ മേടിച്ച പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പടച്ചോൻ വിളിച്ചല്ല, വേറൊരു മെഡിക്കൽ ഷോപ്പുകാരൻ വിളിച്ചു. കൂടുതൽ ശമ്പളം കിട്ടും പറഞ്ഞിട്ട് അപ്പന്നെ പോയി. അത് ശരി. ഞാൻ വിചാരിച്ചേ അല്ല ഇപ്പോഴത്തെ കാലാണല്ലോ, എപ്പോഴാ എങ്ങനെ ആൾക്കാർ പോണെന്ന് പിടുത്തല്ലാത്തേ. അല്ല എനിക്ക് ഈ വയറിന്റെ ഉള്ളില് ഒരു എരിച്ചിലും പോയിച്ചലും വേദനയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് മേടിക്കാറിലാണ് മരുന്ന്. ഓനിക്കറിയാം, ആ കുട്ടിക്ക് അറിയാറുന്ന്. ആ അപ്പൊ അതൊന്നും എടുത്തരുന്നല്ലോ ഒരു ഗുളികനെ. രാവിലെ രാത്രി എല്ലാം പൊറോട്ട കഴിക്കലില്ല. രാവിലെയും രാത്രി എല്ലാം പൊറോട്ട കഴിക്കലില്ല, തേക്കൂല വയറ്റില്. അങ്ങനെ നേരെ നോക്കിയിട്ടൊന്നുമല്ല, ഒക്കെ എപ്പോഴാ എന്താ കിട്ടുന്ന വെച്ചാൽ തിന്നലാ. നിങ്ങൾ ഒരു ഗുളിക എടുക്കേ. ഗുളിക എങ്ങനത്തെ? അതെ ഈ ഭാഗത്തായിട്ടുന്ന ആ ഭാഗത്തുനിന്ന് എടുക്ക. ഓനോട് പറഞ്ഞ അപ്പന്നെ എത്തന്നെ. നിങ്ങൾ എന്തിനാ പറഞ്ഞു വിട്ടോണേ? തോട്ടത്തിലെ സാറാണ് ഇത്. ആ ഭാഗത്തുനിന്നാണ് ഇത്. ആ ഇംഗ്ലീഷിൽ എഴുതി വെച്ചതുണ്ടോ? അതല്ലാതെ പിന്നേതേന്ന് അതല്ല ഞാൻ എടുക്കാം. ഇത് അങ്ങോട്ട് കൊണ്ട് നീങ്ങൂലേ? ഗ്യാസാണ്. ആ ഇതണ്ട ഇതണ്ട ഇതൊക്കെ നോക്കി. ഈ പെട്ടിനാ ഓനിരിക്കുക. ഈ പെട്ടിക്കാട് നാം എത്ര സമയം പെരുതിയത് എന്തോ. ഇതൊരു 5 എണ്ണം ഇങ്ങോട്ട് തന്നാല്. കത്രിക അറിയില്ല അപ്പൊ ഒക്കെ ഞങ്ങള് വീട്ടിൽ അതായിരിക്കും. 5 എടുത്തോ. 1 2 3